ഒരു ദോഷവുമില്ല. ഇപ്പം നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. വരുമ്പോൾ നമ്മൾ ചികിത്സിക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിനിയിപ്പോൾ ഭാവിയിൽ ഒരു ഡെങ്കിപ്പനി വരുമോ അല്ലെങ്കിൽ ഭാവിയിൽ ഡയബറ്റീസ് വരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ജീവിക്കത്തില്ല. അത് വരുമ്പോൾ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ലോകത്ത് മറ്റുള്ള മതക്കാരെല്ലാവരും. അവർ ഭാവി എന്താണെന്ന് അറിയാതെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. അത് വരുമ്പോൾ അതുപോലെ കൈകാര്യം ചെയ്യും. ഹിന്ദുക്കൾ എന്തിനാണ് ഇതിങ്ങനെ ഒരു ഭാവിയിൽ ഒരു വൈദവ്യം വരും അല്ലെങ്കിൽ ഭാവിയിൽ ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാവും എന്ന് കരുതിയിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോയി ഒരു വിവാഹം കഴിപ്പിച്ചാലും നാളെ എന്തുണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ജനസംഖ്യയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു ചൊവ്വാദോഷ പ്രശ്നം മാറുമ്പോൾ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ടായിരിക്കണം. അല്ലാതെ ലോകത്തെല്ലാവർക്കും വൈധവ്യങ്ങളും ഭാര്യാഭർത്തൃ ഡൈവോഴ്സുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഹിന്ദുക്കൾ മാത്രം എന്തിനാണ് അത് വരാതിരിക്കാനുള്ള പെർഫെക്റ്റ് ജാതകം നോക്കിയിരുന്നിട്ട് എന്നിട്ട് പെർഫെക്റ്റ് ആണോ കിട്ടുന്നത്? അല്ലല്ലോ. എന്നിട്ടും പ്രശ്നങ്ങളുണ്ടായി. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നു ജീവിതത്തിൽ. അപ്പം ഇതിനധികം പ്രാധാന്യം കൊടുക്കാതെ പ്രായോഗികമായിട്ടുള്ള ചിന്താഗതി, അതായത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാവിത്തം കുലം സൗന്ദര്യം ഇതൊക്കെ രൂപം ഇതൊക്കെയാണ് നോക്കേണ്ടത്. നമ്മളുടെ ചേർച്ച നല്ല വ്യക്തികളാണോ, നമ്മുടെ ആചാരങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നവരാണോ എന്നൊക്കെ നോക്കിയിട്ട് പ്രാക്ടിക്കലായിട്ട് ലോകത്ത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ നീങ്ങേണ്ട സമയമായി കഴിഞ്ഞു. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ അധികം ഒരു ദിവ്യജ്ഞാനം തന്നെ ഉണ്ടായിരുന്ന ജ്യോതിഷികളുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കും. ഇന്ന സമയത്ത് മതി വിവാഹം, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയും. ഇന്ന് അങ്ങനെയുള്ള ജ്യോതിഷികളുമില്ല, ഇന്നങ്ങനെ അത് കേൾക്കാൻ അർഹതയുള്ള ജനങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഹിന്ദുക്കളിൽ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്.